ഹായ്, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, നമ്മുടെയൊക്കെ മനസ്സിലൂടെ വരുന്ന ചിന്തകൾ വാക്കുകളായി വരുമ്പോൾ ആ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ പറയുകയാണ്. നോക്കൂ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ പലതരം വാക്കുകൾ ഉപയോഗിച്ച് പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. അത് നല്ല ഉദ്ദേശത്തിലാവാം, മോശം ഉദ്ദേശത്തിലാകാം. ചില കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ വേണ്ടിയാകാം. ആ വാക്കുകളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതൊരു ചെറിയ ഉദാഹരണത്തിലൂടെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു കഥയായി പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. അതായത് ഞാൻ ഒരു 2015-16 2015-2016 കാലഘട്ടത്തിൽ കുറ്റ്യാടിയുള്ള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയായി വർക്ക് ചെയ്യുന്ന സമയത്ത്, +1 +2 സ്റ്റുഡൻസിനെ ക്ലാസ് എടുത്ത് വർക്ക് ചെയ്തിരുന്ന സമയത്ത്, അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ അവിടെ സ്റ്റാഫ് റൂമിൽ, ഞങ്ങളുടെ ക്ലാസ് റൂമിലൊക്കെ ക്ലാസ് എടുക്കുന്ന വളരെ രസകരമായി തമാശയൊക്കെ പറയുന്ന നല്ല ഹ്യൂമർ സെൻസൊക്കെയുള്ള ഒരു അധ്യാപകനുണ്ടായിരുന്നു. കുറേ അധ്യാപകരുണ്ട്, പക്ഷേ ഹ്യൂമർ സെൻസ് കുറച്ച് കൂടുതലാണ് പുള്ളിക്ക്. എല്ലാത്തിനെയും പെട്ടെന്നൊരു അതിനകത്തൊരു നർമ്മം കണ്ടുപിടിക്കും. പക്ഷേ ചിലപ്പോഴൊന്നും നമുക്കത് ഇഷ്ടപ്പെടണമെന്നില്ല, ചിലപ്പോൾ ഇറ്റ്സ് ഓക്കെ എന്നുള്ള രീതിയിൽ പോവാം. അപ്പം അങ്ങനെ ഇരിക്കെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക, അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. ആ ക്ലാസ്സിൽ ഒരു പെൺകുട്ടി പെട്ടെന്ന് എണീറ്റ് നിന്നു. അവൾക്ക് എന്തോ ഒരു കാര്യം പറയാനുണ്ട്. അപ്പം ഷീ സ്റ്റുഡ് അപ്പ് ആൻഡ് സാർ ചോദിച്ചു, എന്താ എഴുന്നേറ്റ് നിന്നതെന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു, സാർ എനിക്കൊന്ന് ഐ വാണ്ട് ടു ഗോ ടു ടോയ്ലറ്റ് എന്ന് പറഞ്ഞു. എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. ഐ വാണ്ട് ടു ഗോ ടു ടോയ്ലറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ സാർ ഒന്ന് ഇങ്ങനെ സാറിൻ്റേതായ ഒരു രീതിയിലൊന്ന് ഇങ്ങനെ ആക്കി ചിരിച്ചിട്ട് ചോദിച്ചു, തൂറാൻ പോകണോ എന്ന് ചോദിച്ചു. തൂറാൻ പോകണോ എന്ന് ചോദിച്ചു. ഒബ്വിയസ്ലി സ്വാഭാവികമായിട്ട് ഏതൊരു മനുഷ്യനും ഒന്ന് സ്റ്റക്കായി പോകുന്ന, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി പെട്ടെന്ന് സ്റ്റക്കായി പോകുന്ന ഒരു നിമിഷമാണത്. നമുക്കറിയാം. പറയാനത് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കും മേ ഐ ഗോ ടു ടോയ്ലറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടാകും. കുറച്ചുകൂടി അത് പൊളൈറ്റ് ആയതുകൊണ്ട്, കേൾക്കാൻ സുഗമമായ ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത തോന്നാത്ത വിധം ആ കുട്ടി അത് അവതരിപ്പിച്ചെങ്കിലും സാറത് പെട്ടെന്ന് സാറിൻ്റേതായ ഒരു ശൈലിയിലേക്ക് തൂറണോ എന്ന് ചോദിക്കുമ്പോൾ ഈ കുട്ടി ആകെ എന്തായിപ്പോയി, സ്തബ്ധയായിപ്പോയി. ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആ പെൺകുട്ടി മാറി. ആൻഡ് ഷീ വാസ് ഇൻ ഹർ പീരീഡ് ഡേറ്റ്സ്. അത് മാത്രമല്ല, ഞാൻ പിന്നീട് അത് കാര്യങ്ങൾ മനസ്സിലാക്കി വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പീരീഡ്സ് ആയിരുന്നു. സോ ഷീ വാണ്ടഡ് ടു ഗോ ടു ടോയ്ലറ്റ്. അവർക്കൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനോ എനിക്ക് പാഡ് വെക്കാനോ എന്തോ ആവശ്യത്തിനൊന്ന് ടോയ്ലറ്റിൽ പോകണം, അതായിരുന്നു ആവശ്യം. അപ്പോൾ ഈ കുട്ടി ക്ലാസ്സൊക്കെ ചിരിച്ചു. തൂറാണോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഒരു +2കാരിയുടെ മുഖത്തൊക്കെ സാറ് ചോദിക്കുമ്പോൾ ആരായാലും ഒന്ന് ഷെയ്ക്കായി പോകും. അപ്പം അവൾ അവിടെ ഇരുന്നു എന്ന് മാത്രമല്ല, പുറത്ത് പോയില്ല എന്ന് മാത്രമല്ല, അവിടെ ഇരിക്കുകയും ചെയ്തു. ക്ലാസ് മൊത്തം ചിരിച്ചു. അപ്പം ആ ക്ലാസ് ഒരു 3/4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാം വേറൊരു കുട്ടി എഴുന്നേറ്റ്, സാർ എനിക്കൊന്ന് സ്റ്റാഫ് റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് സാറിനോട് പെർമിഷൻ ചോദിച്ച്, ഞങ്ങൾ ലേഡീസ് ടീച്ചേഴ്സ് സ്റ്റാഫ് റൂമിലിരിക്കുന്നുണ്ട്. പെട്ടെന്ന് അവിടേക്ക് വന്നു ഒരു പെൺകുട്ടി. അവളുടെ പേര് നന്ദന എന്നായിരുന്നു, എൻ്റെ ഓർമ്മ ശരിയാണ്. നന്ദന എന്ന് പറഞ്ഞൊരു കുട്ടി പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക്, ഞാൻ അവർക്ക് ക്ലാസ് എടുക്കാറുണ്ട്, ഹ്യൂമാനിറ്റീസിൽ ലാംഗ്വേജ് എടുക്കാറുള്ളതുകൊണ്ട് അവരെൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് എന്നെ വിളിച്ചു, മിസ്സേ ഒരു ഹെൽപ്പ് വേണം, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒരു കുട്ടിക്ക് ടോയ്ലറ്റിൽ പോകണം. സാർ ഇങ്ങനെ എന്തോ കളിയാക്കിയതുകൊണ്ട് അവൾ അവിടെ ഇരുന്നു, പക്ഷേ അവൾക്ക് പാഡ് ചേഞ്ച് ചെയ്യോ അങ്ങനെ എന്തോ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പം ആ കുട്ടീനെ ഞങ്ങൾ പറഞ്ഞു വിട്ട് തൊട്ട് പിന്നാലെ ഞാൻ പോയി. ഞാൻ സാർ എക്സ്ക്യൂസ് മീ സാർ, ഒരു കാര്യം പറഞ്ഞോട്ടെ എന്ന് ഞാൻ സാറിനെ ഇങ്ങോട്ട് വിളിച്ച് ക്ലാസ് റൂമിൽ നിന്ന് ഇറക്കി. എന്നിട്ട് സ്റ്റാഫ് റൂമിൽ കൂട്ടിക്കൊണ്ടുപോയി. സാറേ, ഒരു കുട്ടിക്ക് ഒരു അത്യാവശ്യമായിട്ട് ടോയ്ലറ്റിൽ പോകേണ്ട ഒരു പ്രശ്നമുണ്ട്, സാർ ഒരു 5 മിനിറ്റ് എനിക്കൊന്ന് ക്ലാസ് ഹാൻഡിൽ ചെയ്യാൻ തരാമോ എന്ന് ചോദിച്ചു. സാർ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, പ്രശ്നം അത്യാവശ്യമല്ലേ, നീ എടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിനെ സ്റ്റാഫ് റൂമിലേക്ക് ആക്കിയിട്ട് ഞാൻ ക്ലാസ് റൂമിലേക്ക് പോയിട്ട് കുട്ടികളോടടുത്ത് പറഞ്ഞു, പിന്നെ ലൈബ്രറിയിൽ 3rd സെക്ഷനിൽ ഒരു ബുക്ക് ഇരിപ്പുണ്ട്, അത് എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ഞാൻ അതിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. സാറിന് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സാറിന് എന്തൊരു അത്യാവശ്യം വന്നുകൊണ്ട് ഞാൻ പെട്ടെന്ന് വന്നതാണ്. ഓക്കെ, നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ലൈബ്രറിയിൽ പോയിട്ട് ഒരു കുട്ടീനെ പറഞ്ഞ് ലൈബ്രറിയിലോട്ട് വിട്ടു.
ആ സമയത്ത് ഈ മോളെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വിളിക്കാൻ വന്ന കുട്ടിയുണ്ട് നന്ദനെ, ഇവളെയും കൂടി ചേർത്ത് നിങ്ങൾ രണ്ടുപേരും വാ, നിങ്ങളും പോയിട്ട് വാ, 3 പേര് പോയിട്ട് വാ എന്ന് പറഞ്ഞ് ഞാൻ വളരെ തന്ത്രപരമായിട്ടെന്നല്ല, അത്ര വലിയ ബുദ്ധിയൊന്നുമല്ല, സിമ്പിളായിട്ട്, പക്ഷേ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ബട്ട് ഡസൻ മാറ്റർ, അതൊരു വിഷയമല്ലാത്ത രീതിയിൽ ആ 3 കുട്ടികളെ ഞാൻ എന്ത് ചെയ്തു, ഒരാളെ ലൈബ്രറിയിലേക്ക് വിട്ടു. പക്ഷേ മറ്റേ 2 പേർക്കറിയാം ഞാൻ അവരെ ലൈബ്രറിയിലേക്കല്ല വിട്ടത്, ടോയ്ലറ്റിലേക്ക് പോകാൻ വേണ്ടി വിട്ടതാണ്. അപ്പോൾ ഒരു കുട്ടീനെയും കൂടി സഹായത്തിന് പുറത്തേക്ക് വിട്ടു. അങ്ങനെ മറ്റേ ഗേൾസ് 2 പേരും ടോയ്ലറ്റിലേക്ക് പോയി, മറ്റേ പുള്ളി പോയി ലൈബ്രറിയിൽ പോയി ബുക്കൊക്കെ എടുത്തുകൊണ്ട് വന്നു. പിന്നെ ഞങ്ങൾ അതിനെക്കുറിച്ച് എൻ്റെ ഉപ്പൂപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു എന്നുള്ള കഥ പറഞ്ഞ് അങ്ങനെ കഥ ക്ലാസ് അങ്ങ് കൊണ്ടുപോയി. പക്ഷെ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താ അവിടെ ചെയ്തതെന്ന്, കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അവർ ബുദ്ധിയുള്ള കുട്ടികളല്ലേ, മനസ്സിലാകാതിരിക്കുമൊന്നുമില്ല. പക്ഷേ ദ വേ ഐ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതി ഡിഫറെൻ്റായി, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരു ലേഡി സ്റ്റാഫ് ആയതുകൊണ്ട് നമുക്കത് മനസ്സിലാവും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. ബട്ട് ചിലപ്പോൾ അതെല്ലാവർക്കും എല്ലാവരുടെ അടുത്തും പറയാൻ പറ്റണമെന്നില്ല. ചിലപ്പം എഴുന്നേറ്റ് നിന്ന് സാർ എനിക്ക് പാഡ് ചേഞ്ച് ചെയ്യണമെന്ന് പറയാൻ ആ പെൺകുട്ടിക്ക് ആ സമയത്ത് ധൈര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ടായിരിക്കും അവളിങ്ങനെ മേ ഐ ഗോ ടു ടോയ്ലറ്റ് എന്ന് ചോദിച്ചാൽ ആകെ സ്റ്റക്കായിപ്പോയത്. ചിലപ്പോൾ ആ സാറിന് കാര്യങ്ങളൊക്കെ നന്നായി അറിയുന്ന ആളായിരിക്കും, പക്ഷേ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു ശൈലി പറഞ്ഞു വന്നപ്പം കുറച്ച് പ്രശ്നമായതും ആയിരിക്കാം. എനി ഹൗ ദിസ് ഈസ് ദ വേ വി ഹാൻഡ്ലിങ് ദ വേർഡ്സ്. ഇങ്ങനെയാണ് നമ്മൾ വാക്കുകളെ ഹാൻഡിൽ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ പലതരത്തിലുള്ള ഇമ്പാക്റ്റുകൾ നമ്മുടെ ലൈഫിലുണ്ടാക്കും, പലതരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാക്കും, പലതരത്തിലുള്ള മീനിങ്ങുകൾ നൽകും, പലതരത്തിലുള്ള അർത്ഥവ്യത്യാസങ്ങളും നൽകും. ചെറിയൊരു ചേഞ്ച് മതി, ഉപയോഗിക്കുന്ന വാക്കിൻ്റെ ടോണൊന്ന് മാറിയാൽ തന്നെ